ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനിവിടെ കുറച്ച് മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ഞെരടിയിട്ട് റെഡിയാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് പച്ചക്കറി ക്യാബേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം പത്തിരിക്ക് പൊടിയൊക്കെ ചാമ്പി എടുക്കണ പോലെ തന്നെ നല്ലോണം ഒന്ന് ചാമ്പി എടുക്കാം. ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോരോ ബൗളുകളാക്കിയിട്ട് ഇത് പത്തിരിയാക്കിയിട്ട് എടുക്കാനുണ്ട്. അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ ബൗളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ മുട്ട പുഴുങ്ങിയതൊക്കെ ഇതുപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കാബേജ് ക്യാപ്സിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. നമുക്ക് ആ മൈദ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ആ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ മൈദപ്പൊടി നമുക്ക് കുറച്ചൊരു പാത്രത്തിൽ കലക്കിയിട്ട് കുറച്ചാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാൻ. അങ്ങനെ ഈ ഒരു രീതിയിലായിട്ട് നമുക്കിത് റോൾ ചെയ്തിട്ടെടുക്കാണ്ട്. അങ്ങനെ ഒന്ന് ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പത്തിരിയാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പൊട്ടാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. അസ്സലാമു അലൈക്കും.